വീണ്ടും ഒരു വസന്തം കൂടി. ഭാഗം 28. ശിവ നീലുവിൻ്റെ അടുത്തേക്കിരുന്ന് കുഞ്ഞിൻ്റെ കൈവിരൽ പിടിച്ചു അവൻ്റെ വിരലിൽ കൊരുത്തു വെച്ചു. ഇടം കണ്ണിട്ട് നീലുവിനെയും നോക്കും. അവൾ ഇതെല്ലാം ഒളികണ്ണിട്ട് കാണുന്നുണ്ട്. ഒടുവിൽ പതിയെ അവളുടെ കയ്യിൽ കൈ ചേർത്തു. നീലു, സോറി മോളെ. പൊട്ടിക്കരച്ചിലായിരുന്നു മറുപടി. 2-3 ദിവസമായി അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം മുഴുവനും കരച്ചിലിൽ പെയ്തു തീർത്തു. ഡി, ഇങ്ങനെ കരയില്ലേ, പറ്റിപ്പോയി, ചെറിയൊരു ആക്സിഡൻറ്റ്, നിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെന്നറിഞ്ഞ് വേഗം വരാൻ നോക്കുമായിരുന്നു. ശ്രദ്ധ അല്പം പാളിപ്പോയി. എതിരെ വന്ന കാറുമായി കൂട്ടിയിടിക്കാതിരിക്കാൻ വെട്ടിച്ചതാണ്. നിന്റെ മുന്നിൽ ഇതുമായി വന്നു നിൽക്കാനുള്ള വിഷമം കാരണമാണ് പെണ്ണേ. അവൻ്റെ മുഖത്തും ശരീരത്തും കണ്ണുകൾ പാഞ്ഞു നടന്നു. ഇല്ലടി, ഈ ഒരു മുറിവല്ലാതെ വേറൊന്നുമില്ല, നീ പേടിക്കണ്ട. ഞാൻ എന്ത് വിഷമിച്ചെന്നറിയോ? പോട്ടെ, സോറി സോറി സോറി. നമ്മുടെ മോള് ആരെപ്പോലെയാ ശിവേട്ടാ? നിന്നെപ്പോലെ. അതിലിനി സംശയം എന്തിനാടി? അവളെ ചേർത്ത് പിടിച്ചിരുന്നു. പതിയെ വയറിന് മേലെ കൂടി വിരലൊടിച്ചു. വേദനയുണ്ടോ മോളെ? പക്ഷേ സന്തോഷമാണ്. ശിവേട്ടന് ഒരു പോറൽ പോലും ഏൽക്കുന്നത് എനിക്ക് സഹിക്കില്ല. അതുപോട്ടെ, എതിരെ വന്ന കാറുകാരന് കുഴപ്പമെന്തെങ്കിലും? അത് പറയാൻ വരുമായിരുന്നു. എൻ്റെ കാറ് ആക്സിഡൻ്റ് ആയത്. ആഹാ, കഴിഞ്ഞില്ലേ ഇതുവരെ? അമ്മായിയും അമ്മയും കൂടി അകത്തേക്ക് കയറി വന്നു. മോക്ക് നാളെ ഡിസ്ചാർജ് എഴുതും, ഡോക്ടർ പറഞ്ഞു. പറയാൻ വന്നത് പകുതിയിൽ നിർത്തി ശിവ എഴുന്നേറ്റ് റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. സത്യഭൂതകാലത്തിനും വർത്തമാനകാലത്തിനും ഇടയിലൂടെയുള്ള നൂൽപ്പാലത്തിലൂടെയായിരുന്നു. ഏതിനെ തള്ളണം ഏതിനെ കൊള്ളണം എന്നറിയാൻ വയ്യാത്ത അവസ്ഥ. മനസ്സിലൂടെ മിന്നിമറയുന്ന നീലിമയുടെയും ശ്രീനന്ദയുടെയും മുഖം. നീലിമയുടെ മുഖം ഓർക്കുമ്പോൾ മനസ്സിന് നഷ്ടബോധമാണെങ്കിൽ ശ്രീനന്ദയുടെ മുഖം ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത തണുപ്പാണ്. അവളുടെ ഗന്ധവും സാമീപ്യവും അറിയാതെ മനസ്സ് കൊതിച്ചു പോകുന്നു. താനിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ ആരുമായും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല. ഒടുവിൽ നിവർത്തിയില്ലാതെ സാരംഗിനോട് മാർത്താണ്ഡ ഡോക്ടറെ കാണണമെന്ന് മാത്രം പറഞ്ഞു. തൻ്റെ അവസ്ഥകൾ എന്തായാലും ഡോക്ടർക്ക് മനസ്സിലാകാതിരിക്കില്ല. വൈകുന്നേരത്തോടു കൂടി മാർത്താണ്ഡൻ ഡോക്ടർ എത്തി. 2 പേർക്കും തമ്മിൽ സംസാരിക്കത്തക്ക അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു. റൂമിൽ ഒരു ടേബിളിന് ഇരുവശവുമായി 2 പേരും ഇരുന്നു. എന്താ സത്യ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഡോക്ടർ മുഖവര ഒന്നുമില്ലാതെ ചോദിച്ചു. ഡോക്ടർ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിലും ഡോക്ടർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു ആക്സിഡൻറ്റിലൂടെ എൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു പോയി. അന്ന് എനിക്ക് എൻ്റെ ഓർമ്മകൾ നഷ്ടമായപ്പോൾ എൻ്റെ കരിയറും എൻ്റെ ഡ്രീമും എൻ്റെ ലവ്, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഓർമ്മകളും എന്നിൽ നിന്നും വിട്ടുപോയി. എല്ലാവരുടെയും മുന്നിലും ഞാനൊരു കോമാളിയായി മാറി. അന്നെൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ സമ്മതം പോലും ഇല്ലാതെ കടന്നു വന്നതാണ് ശ്രീനന്ദ. എല്ലാവരും കൂടി എന്നിലേക്ക് അടിച്ചേൽപ്പിച്ചതുപോലെ. പക്ഷെ പിന്നീട് ഞാൻ അവളെ എപ്പോഴൊക്കെയോ ഇഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഇപ്പോൾ ഞാൻ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ്. എനിക്കൊന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നീലിമയ്ക്കും എനിക്കും ഇടയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അച്ഛൻ ഏകദേശം പറഞ്ഞു തന്നു. പക്ഷേ എൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എന്നിൽ നിന്നും സത്യങ്ങളെല്ലാം എല്ലാവരും മറച്ചു വെച്ചു എന്ന ചിന്തയായി. പക്ഷേ ഞാൻ എല്ലാം തുറന്നു പറയാനുള്ള അവസരം ശ്രീനന്ദയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്കെങ്കിലും എന്നോട് എല്ലാം പറയാമായിരുന്നു. പക്ഷേ അവളും എന്നെ വിദഗ്ധമായി പറ്റിച്ചു എന്ന് തോന്നി. ആ തോന്നലിൽ നിന്നാണ് ഡിവോഴ്സ് വരെ എത്തിയത്. പക്ഷേ ഇന്ന് ഞാൻ അവളെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഡോക്ടർ എന്നെ മനസ്സിലാക്കണം. 2 സ്ത്രീകൾ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരാൾ പ്രണയിനിയുടെ രൂപത്തിലായിരുന്നെങ്കിൽ മറ്റൊരാൾ ഭാര്യയായി. എനിക്ക് പറ്റുന്നില്ല ഡോക്ടർ. ഇതൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ തലയ്ക്കുള്ളിൽ വണ്ട് മുരളുന്ന പോലെ. ഒന്നും അറിയില്ലാതെ എല്ലാ ഓർമ്മകളും നഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു. സത്യ, റിലാക്സ് റിലാക്സ് മാൻ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. പതിയെ പതിയെ താൻ കഴിഞ്ഞ കാലം മറന്ന് പുതിയ ജീവിതവുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകണം. ഇതിൽ ചതിയുടെയും വഞ്ചനയുടെയും അസത്യത്തിൻ്റെയും കാര്യമില്ല. ഇതെല്ലാം തൻ്റെ മുകളിലിരുന്ന് ഒരാൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അയാളുടെ തിരക്കഥ അനുസരിച്ചാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. പക്ഷെ താൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സത്യ. തൻ്റെ മുന്നിൽ പകൽ വെളിച്ചം പോലെ നിൽക്കുമ്പോൾ അതിൻ്റെ നേരെ കണ്ണടയ്ക്കരുത് സത്യ. അത് ജീവിതത്തിൽ താൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. താൻ നഷ്ടപ്പെടുത്തിയത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വസന്തമായിരുന്നു. ശ്രീനന്ദ തൻ്റെ ജീവിതത്തിലേക്ക് ആ വസന്തം വീണ്ടും കടന്നു വരുമ്പോൾ മാത്രമേ തനിക്ക് നഷ്ടപ്പെട്ട പൂർണ്ണത കിട്ടുകയുള്ളൂ.
ഇനി താൻ കാത്തിരിക്കേണ്ടത് വീണ്ടും ആ വസന്തത്തിന് വേണ്ടിയാണ്. ചിലപ്പോൾ ഒരു പൂ ചോദിക്കുമ്പോൾ ഒരു പൂക്കാലമായിരിക്കും തനിക്ക് കിട്ടുന്നത്. അതിനുവേണ്ടി താൻ ശ്രമിച്ചു നോക്ക്. എന്നും എവിടെയും വിജയിച്ചിട്ടുള്ളത് കലർപ്പില്ലാത്ത സ്നേഹം മാത്രമാണ്. തനിക്കത് ആവോളം തരാൻ അവൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശ്രീനന്ദയ്ക്ക് കാലം നമുക്കായി കാത്തു വെച്ചിരിക്കുന്ന ചില മൂല്യനിധികളുണ്ട്. നാം അത് കണ്ടെത്തണമെന്നേ ഉള്ളൂ. തൻ്റെ മനസ്സിലെ ഏകദേശം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇപ്പോൾ കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുന്നു. ടേക്ക് റെസ്റ്റ്. ഡോക്ടറുമായി അല്പനേരം തുറന്ന് സംസാരിച്ചപ്പോൾ സത്യയ്ക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. ഒരാഴ്ച കൂടി ഹോസ്പിറ്റലിൽ കിടക്കണമെന്ന് മാർത്താണ്ഡൻ ഡോക്ടർ നേരത്തെ പറഞ്ഞിരുന്നു. 1-2 സ്കാനിങ്ങും മറ്റും എടുക്കാനുണ്ടായിരുന്നു. എന്തൊക്കെയോ ടെസ്റ്റുകൾ പുറത്തയച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് കൂടി വന്നതിന് ശേഷം വീട്ടിലേക്ക് വിടാമെന്ന് ഡോക്ടർ ഉറപ്പ് നൽകി. ഏറെ നാളുകൾക്ക് ശേഷമാണ് സാരംഗ് തൻ്റെ പഴയ സത്യയെ തിരിച്ചു കെട്ടിയത്. ഏറെ നേരം അവിടെ ഇരുന്ന് പഴയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഇതിനിടയിൽ അമ്മുവിൻ്റെ കോളേജ് വിശേഷങ്ങൾ തിരക്കാനും സത്യം മറന്നില്ല. സാരംഗ് എനിക്ക് മുത്തശ്ശനെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. യാത്ര ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ ഒന്ന് ഇതുവരെ കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെ ചോദിക്കുമ്പോൾ അവൻ്റെ ഒച്ചയിടറി. എന്നാൽ അവൻ്റെ മനസ്സ് മനസ്സിലാക്കിയ വണ്ണം സാരംഗ് അവൻ്റെ കയ്യിൽ തൻ്റെ കൈ ചേർത്ത് വെച്ചു. നീ ഞങ്ങളുടെയൊക്കെ പഴയ സത്യമായല്ലോ, ഞങ്ങൾക്കത് മതി. പക്ഷേ ഇതിനിടയിൽ നീ മറന്നു പോകാതിരിക്കേണ്ട ഒരാളുണ്ട്, നന്ദു. അവളെ മറന്നാൽ ഈശ്വരൻ പോലും നിന്നോട് ചിലപ്പോൾ ക്ഷമിച്ചെന്ന് വരില്ല. പറയാൻ ഞാൻ ആളല്ല എന്നറിയാം, പക്ഷേ എങ്കിലും പറയുകയാണ്. അവളെപ്പോലെ നിന്നെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ മറ്റാർക്കും കഴിയില്ല സത്യ. ഓരോ ദിവസവും അവൾ നിന്നിൽ ഇഴുകി ചേരുകയായിരുന്നു. വൈകുന്നേരം ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് പുറപ്പെടാറായപ്പോൾ നന്ദുവിന് വല്ലാത്ത തളർച്ച തോന്നി. അവൾ വേഗം തന്നെ കസേരയിൽ ചാരിയിരുന്നു. എന്താടോ, എന്തുപറ്റി? പവിത്ര അവളുടെ അടുത്തേക്ക് വന്നു. തല കറങ്ങുന്നു ഡോക്ടർ, അതാണ് ഞാൻ അല്പം ഇരുന്നത്. ഡോക്ടർ അവളെ വിളിച്ച് ബെഡിൽ കിടത്തി പരിശോധിച്ചു. ഞാൻ തന്ന വൈറ്റമിൻ ടാബ്ലറ്റ് കഴിക്കുന്നില്ലേ? നല്ല വിളർച്ചയുണ്ടല്ലോ. ഈ സമയം നന്നായി ഫുഡ് കഴിക്കണം, ഉറങ്ങണം. ഇപ്പോൾ എന്ത് കഴിച്ചാലും വോമിറ്റിംഗ് ആണ് ഡോക്ടർ. എന്നാലൊരു കാര്യം ചെയ്യാം, ഞാൻ സിസ്റ്ററിനോട് ട്രിപ്പ് ഇടാൻ പറയാം, ക്ഷീണം മാറട്ടെ. വേണ്ട ഡോക്ടർ, അത് താനല്ല തീരുമാനിക്കുന്നത്, ഞാനാണ്. ഡോക്ടർ ലീലാമ്മ സിസ്റ്ററിനെ റൂമിലേക്ക് വിളിപ്പിച്ചു. അവർ വരുമ്പോൾ നന്ന് കിടക്കുകയാണ്. എന്താ മോളെ, എന്ത് പറ്റി? വ്യാകുലതയോടെ അവരോട് ചോദിച്ചു. ഒന്നുമില്ല സിസ്റ്റർ, തലകറക്കാം. സിസ്റ്റർ, ശ്രീനന്ദയ്ക്ക് വിളർച്ചയുണ്ട്, ട്രിപ്പ് ഇടണം. ഇയാളുടെ ബോഡി വീക്കാണ്. അവളെയും കൂട്ടി ലീലാമ്മ സിസ്റ്റർ കാഷ്വാലിറ്റിയിലെത്തി. കൂടെ ഉണ്ടായിരുന്ന സിസ്റ്റർമാരൊക്കെ അവളെ നല്ലവണ്ണം വഴക്കു പറഞ്ഞു. ആരോഗ്യം ശ്രദ്ധിക്കാത്തതിനും വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന കാര്യവും പലപ്പോഴും മറന്നതുപോലെയാണ് നിന്റെ പ്രവൃത്തി. അവരുടെ എല്ലാവരുടെയും സ്നേഹത്തോടെയുള്ള ദേഷ്യപ്പെടൽ കണ്ടപ്പോൾ നന്ദു ചിരിച്ചു. ലീലാമ്മ സിസ്റ്റർ ട്രിപ്പ് തീരുന്നത് വരെ നന്ദുവിനോടൊപ്പം അവിടെ തന്നെ ഇരുന്നു. അതുകൊണ്ട് തന്നെ കൂടെയുള്ള സിസ്റ്റർമാർക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സത്യയെക്കുറിച്ച് ഒന്നും തന്നെ അറിയാൻ പറ്റിയില്ല, പറയാനും. അതുമാത്രമല്ല, എല്ലാവരോടും സിസ്റ്റർ നേരത്തെ തന്നെ ചട്ടം കെട്ടിയിരുന്നു, സത്യയെക്കുറിച്ചുള്ള ഒരു വാർത്തയും നന്ദുവിനെ അറിയിക്കരുതെന്ന്. ഏറെ നേരം അവൾ സുഖ ഉറക്കത്തിലായിരുന്നു. സിസ്റ്റർ തന്നെയാണ് രമേശനെ വിളിച്ച് വിവരം അറിയിച്ചത്, അവളെ വന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ. രമേശൻ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കയറി ലിഫ്റ്റിൽ കയറുമ്പോൾ കണ്ടു സാരംഗിനെയും മുത്തശ്ശനെയും. ആദ്യം കണ്ട അമ്പരപ്പ് മാറി മുത്തശ്ശനെ നോക്കി ഹൃദ്യമായി പുഞ്ചിരിച്ചു. മുത്തശ്ശൻ എന്താ ഇവിടെ, സുഖമില്ലേ? കാര്യങ്ങളൊന്നും അറിയാതെയുള്ള രമേശൻ്റെ ചോദ്യം കേട്ട് മുത്തശ്ശൻ സാരംഗിൻ്റെ മുഖത്തേക്ക് നോക്കി. സത്യയ്ക്ക് ആക്സിഡൻ്റായി കുറച്ച് ദിവസമായി ഇവിടെയുണ്ട്. തൽക്കാലം നന്ദുവിനോട് ഇക്കാര്യം പറയണ്ട. രമേശൻ എന്താ പതിവില്ലാതെ? അവൾക്കെന്തോ വയ്യായ്മ, അതുകൊണ്ട് കൂട്ടിപ്പോകാനായി ലീലാമ്മ സിസ്റ്റർ വിളിച്ചിരുന്നു, അതാ ഞാൻ വന്നത്. എന്താ മോനെ, മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ്, അങ്ങനെ പേടിക്കാൻ മാത്രം ഒന്നുമില്ല. ലിഫ്റ്റിൽ നിന്നതും സാരംഗ് പുറത്തേക്ക് ഇറങ്ങി മുത്തശ്ശനെ വിളിച്ചു. ഇല്ല മോനെ, നമ്മൾ എന്തായാലും ഇതുവരെ വന്നതല്ലേ, മോൾക്ക് സുഖമില്ലെന്നറിഞ്ഞിട്ട് ഒന്ന് പോയി കാണാതെ പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് നമുക്ക് രമേശൻ്റെ ഒപ്പം ഒന്ന് പോയി മോളെ കാണാം. വേണ്ട മുത്തശ്ശ, അതിൻ്റെ ആവശ്യമില്ല. നമ്മളെ കാണുമ്പോൾ അവൾ ചോദിക്കും എന്താ ഇവിടെ വന്നതെന്ന്. അപ്പോൾ പിന്നെ സത്യയുടെ ആക്സിഡൻറ്റ് കൂടി പറയേണ്ടി വരും. സാരംഗ് പറയുമ്പോൾ ഒരു കണക്കിന് അതും ശരിയാണ്. വെറുതെ ആ കുഞ്ഞിനെ കൂടെ വിഷമിപ്പിക്കുന്നത് എന്തിനാ? ഞങ്ങൾ വരുന്നില്ല രമേശ, നീ പൊയ്ക്കോ. അത് കേട്ടപ്പോൾ രമേശനും സാരംഗിനും ആശ്വാസമായി. പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയതായിരുന്നു മുത്തശ്ശൻ. ഇല്ല മോനെ, എനിക്ക് അവളെ കാണണം. എത്ര നാളായി ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട്. ഇവിടെ വരെ വന്ന അവൾക്ക് സുഖമില്ലെന്നറിഞ്ഞിട്ടും കാണാതെ പോകാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. എന്തായാലും നമുക്ക് അവളെ കൂടി ഒന്ന് പോയി കാണാം. ഞാൻ എന്താണ് ഇവിടെ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും കള്ളം പറയാം. എങ്ങനെയായാലും എനിക്ക് അവളെ കാണണം. മുത്തശ്ശനെ തടയാൻ പിന്നെ രമേശന് കഴിഞ്ഞില്ല. 3 പേരും കൂടി വീണ്ടും ലിഫ്റ്റിനുള്ളിലേക്ക് കയറി.
വിളർച്ചയ്ക്കുള്ള ടോണിക് എഴുതിയിട്ടുണ്ട്. അതൊക്കെ കൃത്യമായി കുടിക്കണം. പോഷകാഹാരങ്ങൾ കൂടുതലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. നീ സന്തോഷമായി ആരോഗ്യത്തോടെയും ഇരുന്നാൽ മാത്രമേ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ആരോഗ്യമുണ്ടാകൂ. മാർത്താണ്ഡൻ ഡോക്ടർ ഏൽപ്പിച്ച ഒരു ബാഗ് നിറയെ മരുന്ന് ലീലാമ്മ സിസ്റ്റർ നന്ദുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ രമേശനെ വിളിച്ചിട്ടുണ്ട്, അവനോടൊപ്പം പോയാൽ മതി. അവരുടെ കൂടെ നഴ്സിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് നന്ദു ഞെട്ടിപ്പോയി. മുത്തശ്ശൻ. പറച്ചിലിൻ്റെ ഒപ്പം കണ്ണും നിറഞ്ഞു. അയാളുടെ കണ്ണ് അവളുടെ വീർത്തുന്തിയ വയറിലായിരുന്നു. സന്തോഷവും സങ്കടവും ഒരുമിച്ച് ചേർന്ന് പറഞ്ഞറിയിക്കാനാവാത്ത വേച്ചുപോയി മുത്തശ്ശൻ. സാരംഗ് അയാളെ ചേർത്ത് പിടിച്ചു. മോളെ നന്ദു. മുത്തശ്ശൻ അവളെ ചേർത്ത് പിടിച്ചു. അറിഞ്ഞില്ലല്ലോ, ആരും പറഞ്ഞില്ല എന്നോട്. മുത്തശ്ശൻ്റെ കണ്ണുകൾ പൊട്ടിയൊഴുകി. അവളെയും ചേർത്ത് പിടിച്ച് കസേരയിലിരുന്നു. രമേശ, നിനക്കെങ്കിലും എന്നോടൊരു വാക്ക് പറയാമായിരുന്നു. ഈ സന്തോഷം അറിയിക്കാതിരിക്കാനും മാത്രം ഞാൻ അന്യനായിപ്പോയോ? എൻ്റെ കുഞ്ഞവിടെ നിറങ്ങി അന്ന് തകർന്നതാ ഞാനും കൂടി ചേർന്നാണല്ലോ നിൻ്റെ ജീവിതം ഇല്ലാതാക്കിയത്. അപ്പോൾ പിന്നെ നിൻ്റെ ശത്രുസ്ഥാനത്താണല്ലേ മുത്തശ്ശനും? പറയുമ്പോൾ അയാൾ വല്ലാതെ വിതുമ്പിപ്പോയി. എത്ര മാസമായി മോക്ക്? ചോദിക്കുമ്പോൾ ശബ്ദത്തിൽ വാത്സല്യം നിറഞ്ഞു. 5 മാസം. ഈശ്വരമംഗലം തറവാട്ടിൻ്റെ ആദ്യത്തെ പേരക്കുട്ടിയാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഇങ്ങനെ കാണാനുള്ള യോഗമേ ഈ വയസ്സിനുള്ളൂ. മോൾ ഇപ്പോഴും ഹോസ്പിറ്റലിൽ ജോലിക്ക് വരുന്നു എന്നറിഞ്ഞില്ല. ആരും പറഞ്ഞില്ല എന്നാവും ശരി. മാർത്താണ്ഡൻ അറിയാമോ മോക്ക് വിശേഷമുള്ളത്? നന്ദു അതേന്ന് തല ചലിപ്പിച്ചു. അവനും എന്നോടൊന്നും പറഞ്ഞില്ല, ഒരു വാക്കുപോലും പറഞ്ഞില്ല. പോട്ടെ, സാരമില്ല. ഞാനാണ് മുത്തശ്ശ ആരോടും പറയണ്ടെന്ന് പറഞ്ഞത്. മുത്തശ്ശൻ എന്താ ഇവിടെ, സുഖമില്ലേ? അവൾ വെപ്രാളത്തോടെ അയാളെ നോക്കി. എനിക്കൊരു കുഴപ്പവുമില്ല. ഞാനിവിടെ ഒരാളെ കാണാൻ വന്നതാ. അതാരാ മുത്തശ്ശ ആ ആൾ? ഈ വയ്യായ്മയിലും മുത്തശ്ശൻ വന്ന് കാണേണ്ട അത്രയും വലിയ ആൾ? സത്യ, അവനിവിടെ അഡ്മിറ്റാണ്. 4-5 ദിവസമായി. പെട്ടെന്ന് മുത്തശ്ശൻ അറിയാതെ പറഞ്ഞുപോയി. ആർക്കാ മുത്തശ്ശ? അത് മോളെ, കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ആക്സിഡൻറ്റോ അദ്ദേഹത്തിന്? അതോ 5 ദിവസമായി താനിവിടെ ഉണ്ടായിട്ടും അറിഞ്ഞില്ല? ചങ്കു പൊട്ടും പോലെ തോന്നി നന്ദുവിന്. ആരും തന്നോട് പറഞ്ഞില്ല. 5 ദിവസത്തിന് മുന്നേ ആണെങ്കിൽ തന്നോട് ലീലാമ്മ സിസ്റ്റർ വരണ്ട എന്ന് പറഞ്ഞത് ആക്സിഡൻ്റായി അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ദിവസമായിരിക്കും. തനിക്ക് ചുറ്റും എന്തൊക്കെയോ നടക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും താൻ അറിയാതെ പോകുന്നു. കരച്ചിൽ ചീളുകൾ തൊണ്ടയിൽ വന്ന് ശ്വാസം മുട്ടിച്ചു. ഇപ്പോൾ എങ്ങനെയുണ്ട് മുത്തശ്ശ? കുഴപ്പം എന്തെങ്കിലും? ഇപ്പോൾ അവന് എല്ലാം ഓർമ്മയുണ്ട്. മാർത്താണ്ഡൻ ഡോക്ടറോട് അവൻ സംസാരിച്ചു. അവൻ്റെ മനസ്സിൽ നീയുണ്ട്, നിൻ്റെ ഓർമ്മകളുണ്ട്. പക്ഷെ ഇനിയും ഞങ്ങളാരും ഒന്നിലിടപെടില്ല. അവൻ സ്വയം തിരിച്ചറിഞ്ഞു വരട്ടെ, അപ്പോൾ മാത്രമേ ആ സ്നേഹം നിലനിൽക്കൂ. പക്ഷെ അവനെല്ലാം മനസ്സിലാക്കി തിരികെ വരുമ്പോൾ അവനെ നീ വേണ്ടെന്ന് വയ്ക്കല്ലേ. അതുവരെ ഞാൻ ആരോടും ഒന്നും പറയില്ല. ആരും ഒന്നും അറിയാതിരിക്കുന്നതാണ് നല്ലത്. ഞങ്ങളുടെ എല്ലാ മനസ്സിൽ ഇപ്പോഴും നീയും അവനും ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണ്. അതിനി മരണം വരെ മാറ്റമില്ല. ഈ കുഞ്ഞ് ഈശ്വരമംഗലത്തെ സത്യപ്രതാപിൻ്റെയാണ്. ഇടയ്ക്ക് വന്ന് നിന്നെ കാണാനുള്ള അനുവാദം അത് മാത്രം മോൾ തരണം. മരിക്കും മുമ്പ് നിങ്ങളുടെ കുഞ്ഞിനെ കൂടി കാണാനുള്ള ഭാഗ്യം ഈശ്വരൻ ഈ വൃദ്ധന് തന്നല്ലോ. മുത്തശ്ശനെ കണ്ടപ്പോൾ സത്യയുടെ കണ്ണ് നിറഞ്ഞു. എന്നും തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മുത്തശ്ശനായിരുന്നു. പക്ഷെ തൻ്റെ ജീവിതം ഈ രീതിയിൽ മാറി മറിയുമെന്ന് ഒരിക്കലും ആ പാവവും ചിന്തിച്ചു കാണില്ല. വേഗം ചെന്ന് മുത്തശ്ശൻ്റെ തോളിൽ ചാരി നിന്നു. തൻ്റെ പഴയ സത്യയെ തിരികെ കിട്ടിയ പോലെ തോന്നി മുത്തശ്ശന്. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷെ അതിലൊന്നും മനഃപൂർവ്വം തന്നെ നന്ദുവിനെക്കുറിച്ച് സംസാരിക്കാൻ രണ്ടുപേരും മുതിർന്നില്ല. 1-2 ടെസ്റ്റ് പുറത്ത് ചെയ്യിച്ചതാണ്. അതിൻ്റെ റിസൾട്ട് കൂടി നോക്കിയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം സംസാരിക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 2 പേര് ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി. കാറിലിരിക്കുമ്പോൾ മുത്തശ്ശൻ സാരംഗിനെ നോക്കി. നിനക്കറിയാമായിരുന്നോ സാരംഗ് നന്ദു പ്രഗ്നൻ്റ് ആണെന്ന്? മുഖവരയൊന്നുമില്ലാതെയായിരുന്നു ചോദ്യം. അറിയാമായിരുന്നു. ഞാൻ അറിഞ്ഞിട്ട് കുറച്ച് ദിവസമായതേ ഉള്ളൂ. എന്നിട്ട് നീ എന്നോടൊരു വാക്കുപോലും? എന്തിനാ വെറുതെ? ഒരൊറ്റ നിമിഷം കൊണ്ട് താലി കെട്ടിയ പെണ്ണിനെ പുറത്താക്കിയ വീട്ടുകാർ അവരോട് ഇത് പറയേണ്ട കാര്യമുണ്ടായെന്ന് എനിക്ക് തോന്നിയില്ല മുത്തശ്ശ. എന്താ മുത്തശ്ശ നന്ദു ചെയ്ത തെറ്റ്? സുഖമില്ലാതെ കിടന്ന മുത്തശ്ശനെ പരിചരിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ വന്നതോ? അതോ ആക്സിഡൻറ്റ് നടന്ന് തിരിച്ചു വന്ന നമ്മുടെ സത്യയെ പരിചരിക്കാൻ വന്നതോ? അതാണോ അവൾ ചെയ്ത തെറ്റ്? സ്നേഹിച്ചവൾ വേണ്ടെന്ന് വെച്ച് പോയപ്പോൾ അവനോട് തോന്നിയ ഇഷ്ടത്തിൽ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോ? എന്തൊക്കെ പറഞ്ഞാലും അവനെ ന്യായീകരിക്കാൻ എനിക്ക് കഴിയില്ല. എന്നോടവൾ പറഞ്ഞു ആരോടും പറയേണ്ടെന്ന്. എനിക്കും തോന്നി അതാണ് ശരിയെന്ന്. സാരംഗിൻ്റെ മറുപടി കേട്ടപ്പോൾ മുത്തശ്ശന് പിന്നീട് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. സത്യയെ കാണാൻ അവളുടെ
ഉള്ളം തുടിച്ചു. എത്ര നിയന്ത്രിച്ചിട്ടും അടക്കിപ്പിടിക്കാൻ നന്ദുവിന് കഴിഞ്ഞില്ല. രമേശ് ചേട്ടാ, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. ഇവിടെ ഇത്രയും അടുത്തുണ്ടായിട്ടും എനിക്ക് കാണാതെ പറ്റില്ല. മാർത്താണ്ഡൻ ഡോക്ടറിനോട് സംസാരിച്ച് തിരികെ വരുമ്പോൾ എതിരെ വരുന്ന ആളിൽ കണ്ണുടക്കി. ഇരുവരും പരസ്പരം മറന്ന് നോക്കി നിന്നുപോയി. തുടരും. കൂട്ടുകാരെ, കഴിഞ്ഞ 2 ആഴ്ചയായി വീട്ടിലെല്ലാവർക്കും പനിയും ജലദോഷവും മറ്റുമൊക്കെയാണ്. എൻ്റെ അസുഖവും ഇതുവരെയും പൂർണ്ണമായി മാറിയിട്ടില്ല. എങ്കിലും വോയിസ് ചെയ്തതാണ്. കൂട്ടുകാർക്ക് സ്റ്റോറി ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. നിറയെ സ്നേഹത്തോടെ രുദ്ര.